ിലെത്തിയ ആൾ മരിച്ചതിനെ തുടർന്ന് വാഹനമോടിച്ചിരുന്ന മലയാളിയായ സുഹൃത്ത് ജയിലിലായി. വഴിക്കടവ് സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മലപ്പുറം നെച്ചിക്കാട്ടിൽ ഉലഹന്നാൻ റിനോഷിന്റെ മരണത്തെ തുടർന്ന് ദമാമിലെ ജയിലിൽ കഴിയുന്നത്. റിനോഷും സുഹൃത്തായ അബ്ദുറഹ്മാനും 2011 മാർച്ച് 23 വാടകയ്ക്കെടുത്ത വാഹനവുമായി ദമാമിൽ നിന്നും അൽഹസയിലേക്ക് പോകവെയാണ് അപകടമുണ്ടായത്. റിയാദിൽ ഡ്രൈവറായി ജോലി ചെയ്തു വന്നിരുന്ന അബ്ദുറഹ്മാനാണ് വാഹനം ഓടിച്ചിരുന്നത്. നിയന്ത്രണം വിട്ട ഹൂണ്ടായി കാർ റോഡരികിലുള്ള തിട്ടയിൽ ഇടിക്കുകയും സൈഡിലൂടെ പോയ ട്രെയിലറിന്റെ വശത്ത് തട്ടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് റിനോഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇവിടെ നിന്നും ദമാമിലേക്ക് ഗസ്റ്റ് പോകാൻ എൻ്റെ പെങ്ങളുടെ മോന് അവിടെ നിന്ന് ഈ ബിജു എന്ന സുഹൃത്ത് അല്ലസയിലേക്ക് പോവുകയല്ലെന്ന് ചോദിച്ചു. അങ്ങനെ പോവുമായിരുന്നു. അദ്ദേഹത്തിന് സുഖമില്ല, വണ്ടി ഒന്ന് ഓടിക്കുമ്പോൾ ചോദിച്ചു. അങ്ങനെ അദ്ദേഹം വണ്ടി ഓടിക്കുകയായിരുന്നു. അപ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടായത്. ബിജു തൽക്ഷണം മരിക്കുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ പെങ്ങളെ മകൻ ജയിലിലാണ്. തുടർന്ന് അബ്ദുറഹ്മാനെ പോലീസ് തുക്ബ ജയിലിലേക്ക് കൊണ്ടുപോയി. സംഭവം നടക്കുമ്പോൾ മരിച്ച റിനോഷിന്റെ പിതാവ് ദമാമിലുണ്ടായിരുന്നു. തങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യമില്ലെന്നും മൃതദേഹം വേഗം നാട്ടിലെത്തിക്കണമെന്നും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 4 ദിവസം കൊണ്ട് മൃതദേഹം നാട്ടിലെത്തിച്ചു. പിന്നീടാണ് അറിയുന്നത് ബിജു ആന്റണി ദേവസ്യ എന്ന പേരിലുള്ള പാസ്പോർട്ടിലായിരുന്നു റിനോഷ് വന്നതെന്ന്. ഇതേ പേരിലുള്ളയാൾ ജീവിച്ചിരിക്കുന്നതിനാൽ രേഖകളിൽ റിനോഷ് ഇപ്പോഴും ജീവിക്കുന്നു. ഈ സാങ്കേതിക കുരുക്കാണ് അബ്ദുറഹ്മാനെ ജയിലിൽ തന്നെ കഴിയുവാൻ ഇടയാക്കിയിരിക്കുന്നത്. ഈ വ്യക്തി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ത്യൻ എംബസി ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നാളെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ആ യഥാർത്ഥ വ്യക്തിയുടെ എല്ലാ ഭാവിയിലുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ റൈറ്റുകളും ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കേണ്ട എല്ലാ റൈറ്റുകളും അതോടുകൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയും ഒരു സമൂഹ തിന്മയാണ്. നമ്മൾ ഇത്തരം ബോധവൽക്കരണം, 2 പാസ്പോർട്ട് എടുക്കുക, തെറ്റായ പാസ്പോർട്ടുകളിൽ ഇൻഫർമേഷൻ ചേർക്കുക, ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിമുഖത കാണിക്കുക. സാഹചര്യം കണക്കിലെടുത്ത് കേരളത്തിൽ നിന്നും ആഭ്യന്തര വകുപ്പ് അനുമതി നൽകുകയാണെങ്കിൽ അബ്ദുറഹ്മാന് ജയിലിൽ നിന്നും മോചിതനാകാവുന്നതാണ്. പേരും മേൽവിലാസവും മാറ്റിവെച്ച് വിദേശങ്ങളിലേക്ക് പോകുന്നവർ